മൈ പാഷൻ മൈ ഹാപ്പിനെസ്സിലേക്ക് സ്വാഗതം. ഇത് എന്റെ സ്റ്റിച്ചിങ് ക്ലാസ് 5 ആണ്. ഇതുവരെയുള്ള എല്ലാ ക്ലാസ്സിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്. സ്റ്റിച്ചിങ് ക്ലാസ് 2ഉം 3ഉം നമ്മൾ മെഷർമെന്റ് ചാർട്ട് വെച്ചാണ് ചെയ്തത്. സ്റ്റിച്ചിങ് ക്ലാസ് 4 നമ്മൾ റെഡിമെയ്ഡ് ഡ്രസ്സിൽ എങ്ങനെയാണോ വരുന്നത് ആ ഒരു രീതിയിൽ കാൽക്കുലേഷൻ വെച്ചാണ് സ്റ്റിച്ചിങ് ക്ലാസ് 4 ചെയ്തത്. ഇത് സ്റ്റിച്ചിങ് ക്ലാസ് 5. പിന്നെ ഇതുവരെയുള്ള എല്ലാത്തിന്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഞാൻ ബ്ലോഗിന്റെയും ലിങ്ക് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് അടയാളപ്പെടുത്താം. ഇതാണ് തുണി, കണ്ടില്ലേ? അതായത് ഇവിടെ 6.25 വരും. മൊത്തം നമുക്ക് 13.5 വേണം. ഇറക്കം നമുക്ക് ഇത് ഫ്രണ്ട്, ഇത് ബാക്ക് എന്ന രീതിയിൽ ഇറക്കം നമുക്ക് 17 വേണം. അപ്പൊ ആദ്യം എന്ത് ചെയ്യണം? ഈ തുണീനെ ഇങ്ങനെ കിടക്കണ ഒരു തുണീനെ ഞാൻ ഇങ്ങനെ മടക്കി ഇങ്ങനെ ഒപ്പത്തിനൊപ്പം ഇങ്ങനെ വെച്ച് ഞാൻ ഇതിങ്ങനെ മടക്കി, എന്നിട്ട് മേലേന്ന് താഴേക്ക് ഇങ്ങനെ എടുത്തു. കണ്ടില്ലേ? മനസ്സിലായി? അപ്പൊ ഇവിടെ ഫോൾഡ് വന്നു. ഒന്നുകൂടി കാട്ടിത്തരാം. ഇങ്ങനെയുള്ള ഒരു തുണീനെ ഞാൻ റൈറ്റ് സൈഡിലേക്ക് ആദ്യം മടക്കിയത്, എന്റെ റൈറ്റ് സൈഡിലേക്ക് ആദ്യം ഞാൻ മടക്കി ഒപ്പത്തിനൊപ്പം ആക്കി. അപ്പൊ ഇത് കാണുമ്പോ വെച്ച് കഴിഞ്ഞാല് ഇതിപ്പോ തുണിയുടെ ഇവിടെയാണ് നമ്മുടെ നെക്ക് വരാം. നമ്മുടെ സെന്റർ പോർഷൻ റൈറ്റ് ലെഫ്റ്റ് എന്ന രീതിയിൽ ചിന്തിച്ചാൽ മതി. ഞാൻ അങ്ങനെ മടക്കി, എന്നിട്ട് ഈ തുണീനെ ഞാൻ മോളിൽ നിന്ന് താഴേക്ക് മടക്കാണ്. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ബാക്ക് സൈഡ്, ഇത് ഫ്രണ്ട് സൈഡ് എന്ന രീതി ചിന്തിക്കാം. ഇത് ഇങ്ങനെ ഞാൻ മടക്കി, കണ്ടാ? അപ്പൊ എന്തായി? ഇത് നമ്മുടെ ഫ്രണ്ടിലേക്കുള്ള ഭാഗവും ഇത് ബാക്കിലേക്കുള്ളതുമായി, കണ്ടാ? അപ്പൊ ഈ സൈഡില് ഫോൾഡ് വരണം. ഞാൻ ഇങ്ങനെ ഒപ്പത്തിനൊപ്പം ഇങ്ങനെ വെച്ചു. ഇനി ഞാൻ ഇത് അടയാളപ്പെടുത്താനാണ് പോകുന്നത്. എനിക്ക് ആവശ്യമായിട്ടുള്ള അളവ് എന്ന് പറയുന്നത് 0 to 1, ഇവിടുന്ന് ഇവിടത്തോളം വരുള്ളത് 6.25. ഞാൻ എന്ത് ചെയ്തു? ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ഞാൻ 6.25 അടയാളപ്പെടുത്തിയതേ. 6.5 ഇവിടെ വരും 6.25 അടയാളപ്പെടുത്തി. പിന്നെ വേണ്ടത് 0 to 3 വരുന്നത് 8.5. ഞാൻ ഇതിനെ ഇവിടെ നിന്ന് ഇവിടേക്ക് 8.5 എന്ന് പറയുമ്പോ ഏകദേശം ഇവിടെ വരും 8.5 എന്നുള്ളത്. ഞാൻ കറക്റ്റ് ആയിട്ട് വെച്ചു. ഇവിടെ 8.5. ഇത് എന്റെ ലൈനിങ് തുണി ആയതുകൊണ്ട് ഞാനൊരു 4 ഇഞ്ച് 1/2 ഇഞ്ച് എക്സ്ട്രാ കൂടുതൽ എടുക്കാണ്. എനിക്ക് ഈ ഇവിടെ ഞാൻ മറിച്ചടിക്കുക ചെയ്യണേ. അപ്പൊ 8.5ക്ക് പകരം ഒരു 8.25 അല്ലെങ്കിൽ 9 എടുക്കാം. പിന്നെ ഏകദേശം ഇവിടെ ഞാൻ ഇങ്ങനെ വരച്ചു. നമുക്കിത് ഇവിടെ വരുന്നത് ഇവിടെ, കാരണം വെച്ചാല് മേലെ നമുക്ക് 6.25 വേണല്ലോ. അപ്പൊ താഴെ നമ്മള് ഇത്ര തന്നെയാണ് 6.25 അടയാളപ്പെടുത്തി. ഇങ്ങനെ ഒപ്പത്തിനൊപ്പം ഇങ്ങനെ വെച്ച് ഇതിങ്ങനെ അടയാളപ്പെടുത്തി. നമുക്ക് 0 to 4 നമ്മൾക്ക് ഇവിടെ കിട്ടിയേക്കുന്നത് 4 ഇഞ്ചാണ്. മേലേന്ന് ഇങ്ങോട്ടേക്ക് 4 ഇഞ്ച് എടുക്കാണ്. ഇത് 4 ഇഞ്ച് ഞാൻ ഇപ്പൊ കൊടുത്തേക്കണമെന്നുള്ളൂ. നിങ്ങൾക്കിപ്പോ 4 ഇഞ്ച് എടുക്കുമ്പോ ഭയങ്കരമായിട്ട് ഇറങ്ങി പോകണമെന്ന് തോന്നുകയാണ് എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ നെക്കിന് എന്തോരം ഡെപ്ത് ആണ് നിങ്ങൾ കഴുത്തിറക്കം എന്തോരം കൊടുക്കാനാണ് നിങ്ങൾ വിചാരിക്കണെന്ന് വെച്ചാൽ ആ ഒരു ഇറക്കം എടുത്താലും മതി. കുഞ്ഞു കുട്ടിക്ക് ആയതുകൊണ്ട് ഇനി അളവില് ഞാനിങ്ങനെ എടുക്കണമെന്നുള്ളൂ. വലിയവർക്കാണ് തയ്ക്കണമെങ്കിൽ നിങ്ങൾക്ക് ഇറക്കം കൂടിപ്പോയി എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ കുറച്ച് കയറ്റി നെക്കിന് ഡെപ്ത് എന്തോരം എടുക്കണേ അതനുസരിച്ച് നിങ്ങൾ അടയാളപ്പെടുത്തിയാലും മതി. ഇനി അടുത്തത് 4 to 5 ഇവിടെ നിന്ന് ഇവിടത്തുള്ളത് നിപ്പിൾ ഡിസ്റ്റൻസ് എന്ന് പറയും. അപ്പൊ അത് ഞാൻ എനിക്ക് കിട്ടിയേക്കുന്നത് 2.1 ആണ്. ഞാൻ ഇവിടെ നിന്ന് ഇങ്ങോട്ട് 2.1 അടയാളപ്പെടുത്തി. അടുത്ത 5 to 6 ഞാൻ 1.5 ഇഞ്ചാണ് കൊടുക്കുന്നത്. ഞാൻ ഇവിടെ നിന്ന് ഇങ്ങോട്ട് 1.5 ഇഞ്ച് കൊടുക്കും. ഇതിപ്പോ ഇങ്ങനെ കയറി വരുമ്പോ എനിക്ക് ആകെ കൂടി ഇവിടെ 2.5 വരണുള്ളൂ. മനസ്സിലായോ? പക്ഷെ എനിക്ക് സെന്റർ പോർഷൻ നെക്കിന്റെ സെന്ററിൽ എനിക്കിവിടെ 4 ഇഞ്ച് വരുന്നുണ്ട്. അത് നിങ്ങൾക്ക് 4 ഇഞ്ച് എന്നുള്ളത് കൂടുതലാണെന്ന് തോന്നുകയാണെങ്കിൽ നമുക്കൊരു 3.5 എന്ന രീതിയിലോ അല്ലെങ്കിൽ 3 എന്ന രീതിയിലോ കയറ്റി അടയാളപ്പെടുത്തി നമുക്ക് ചെയ്യാവുന്നതാണ്. ഇതിപ്പോ ഈ രീതിയിലാണ് ഇപ്പൊ ഞാൻ ചെയ്യുന്നത്. ഇപ്പൊ ഞാനിതൊരു എന്താ പറയാ റാ ഷേപ്പിൽ വരയ്ക്കാന്നൊക്കെ പറയില്ലേ, ആ രീതിയിൽ ഞാൻ വരയ്ക്കാണ്. ഇതിപ്പോ ഇങ്ങനെ വന്നോണ്ടാകും. ഇങ്ങനെയാണ് ഇത് വരുന്നത്, കണ്ടില്ലേ? അപ്പൊ ഞാൻ ഇതിനെ ഇങ്ങനെ നല്ല ഭംഗിയിൽ ഇങ്ങനെ എടുക്കാണ്. കാരണം ഫ്രണ്ടിലും ബാക്കിലും ഒരേ രീതിയിൽ തന്നെയാണ് പോലെ ഇങ്ങനെ വരയ്ക്കുക. ഇവിടെ നിന്ന് ഈ പോയിന്റിലേക്ക് ഇങ്ങനെ ചെരിച്ച് വരാം.
ഞാൻ ഇവിടെ ഷേപ്പ് എന്ന രീതിയിൽ 1/2 ഇഞ്ച് കൊടുക്കണുള്ളൂ. കാരണം ബാക്കിലെ വള്ളി വെക്കുന്നുണ്ട്, അതുകൊണ്ട് കറക്റ്റ് ഷേപ്പ് ആക്കണില്ല. കുട്ടികൾക്കായതുകൊണ്ട് തന്നെ ഞാൻ ലൂസിലാണ് എടുക്കുന്നത്. ഞാനിങ്ങനെ 1/2 ഇഞ്ച് കൊടുത്തു. വേണമെങ്കിൽ 1 ഇഞ്ചോ അല്ലെങ്കിൽ വേസ്റ്റിന്റെ കറക്റ്റ് അളവിൽ നിങ്ങൾക്ക് ചെയ്യണമെങ്കിൽ ചെയ്യാം. ഇത്രയാണ് ആകെ കൂടി നമുക്ക് ഈ ടോപ്പിലേക്ക് വരുന്നുള്ളൂ. ഇത് ഇവിടെയും കൂടി അടയാളപ്പെടുത്തും. കാരണം വെച്ച് കഴിഞ്ഞാല് ഫ്രണ്ടിലും ബാക്കിലും ഒരേ രീതി തന്നെയാണ് വരുന്നത്. നമ്മൾ ഇവിടുന്ന് ഈ സെന്റർ പോയിന്റ് ഇവിടുന്നാണ് നമ്മൾ വണ്ടി വെച്ച് കെട്ടാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഞാൻ ഈ രീതിയിൽ തന്നെ അപ്പുറത്തും വരും. ഞാനത് വരച്ചെടുക്കാണ്. വേണ്ടി ഞാൻ ചെയ്യുന്നത് കാർബൺ പേപ്പർ എടുക്കാണ്. നമുക്ക് പല കളറിലുള്ള കാർബൺ പേപ്പർ കിട്ടും. ഇതേപോലത്തെ ഒരു കാർബൺ പേപ്പർ എടുത്ത് ഇവിടെയും ഇവിടെയും ഈ ഡിസൈൻ വരാൻ വേണ്ടി ഞാൻ ഈ കാർബൺ പേപ്പറിനെ ഇങ്ങനെ ഉണ്ടാക്കി മടക്കി എന്നിട്ട് ഇങ്ങനെ ഞാൻ വെച്ചു. അതോടൊപ്പം തന്നെ എനിക്ക് ബാക്ക് സൈഡിലും കൂടി വേണം. അതിനു വേണ്ടി വേറൊരു കാർബൺ പേപ്പറും കൂടി ഇങ്ങനെ വെച്ചു. ഒപ്പത്തിനൊപ്പം ഞാൻ ഇങ്ങനെ വെച്ചിട്ട് അതുപോലത്തെ വീല് വാങ്ങാൻ കിട്ടും. ഞാൻ ഇതിനൊക്കെ ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. നമുക്ക് ഫ്ലിപ്കാർട്ടിലും ആമസോണിലൊക്കെ ഇത് കിട്ടും. അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. നമുക്ക് ഈ വീല് വെച്ച് ഇതിന്റെ മേലക്കോടെ നമുക്ക് ഒന്ന് ഓടിക്കാം. അപ്പൊ ഈ ഡിസൈനൊക്കെ നമുക്ക് ഈ കാർബൺ പേപ്പർ വെച്ചേക്കൊക്കെ വരും. പിന്നെ 2 പ്രാവശ്യം ചെയ്തു. തെളിഞ്ഞോ നോക്കാം. എനിക്കിവിടെ ജസ്റ്റ് ഒരു പാട് വന്നിട്ടുണ്ട്. എന്നാലും ഞാൻ ഒന്നും കൂടി ചെയ്യണം എന്നുള്ളൂ, നിർബന്ധമില്ല കേട്ടോ. ഞാൻ ഇങ്ങനെ ഇവിടെ അടയാളം വന്നിട്ടുണ്ട്. അതുപോലെ ഇതിന്റെ ഇവിടെയും വന്നിട്ടുണ്ട്. പുറത്ത് വന്നിട്ടുണ്ടോ നോക്കിയേ? പുറത്ത് തെളിഞ്ഞിട്ടില്ല കേട്ടോ, പുറത്ത് തെളിഞ്ഞിട്ടില്ല. അപ്പൊ എന്ത് ചെയ്യണം? ഞാൻ ഇതിന്റെ ഇവിടെ വന്ന അടയാളത്തിന്റെ മേലേക്കൂടെ ഞാനൊന്ന് ചെയ്യുകയാണ്. ഇപ്പൊ ഇപ്പുറത്തും വന്നു. നമുക്കിതൊക്കെ ഒന്ന് തെളിച്ച് വരയ്ക്കാം. കുറച്ചുകൂടി മനസ്സിലാകും. ഇത് ഞാനിപ്പോ ഇങ്ങനെ വെച്ച് ഇതിന്റെ മേലേക്കൂടെ ഞാനൊന്ന് വരയ്ക്കുകയാണ്. അപ്പൊ എന്തൊരു എളുപ്പമായിട്ട് സുഖമായിട്ട് ഇങ്ങനെ നമുക്ക് വരയ്ക്കാൻ പറ്റും. വേറെ നമ്മളെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ട് വരയ്ക്കണമെന്നില്ല. വരച്ചിരുമ്പോൾ പക്ഷെ കറക്റ്റ് ഷേപ്പിന് നമുക്ക് കിട്ടണമെന്നില്ല. ഇതായി. ഇതും ഈ പറഞ്ഞ പോലെ ഇതായി. ഇപ്പുറത്തും കൂടി നമുക്കൊന്ന് വരയ്ക്കാം. ഇവിടെയും വന്നു. ഇനി നമുക്കിതൊന്ന് നിവർത്തി നോക്കാട്ടോ. പിന്നെ നിവർത്തി വേണ്ട, കറക്റ്റ് ഇങ്ങനെ എന്താ പറയാ ഞാ പോലെ നമുക്കിങ്ങനെ കിട്ടും. മലയാള അക്ഷരം ഞാൻ നമ്മൾ എഴുതിയ പോലെ ഇങ്ങനെ വന്നു. നമുക്ക് ഇനി ഇത് നല്ല തുണിയുടെ മേലെ വെച്ച് മറച്ചടിക്കുകയാണ് ചെയ്യുന്നത്. ഇനി അതിന് മുൻപായിട്ട് ഇവിടുന്ന് ഇത്രയും വരെ മാത്രമേ ഞാനിപ്പോ കട്ട് ചെയ്തെടുക്കുന്നുള്ളൂ. സെന്റർ മോള് ഭാഗവും നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇതാണ് ടോപ്പ് പോർഷൻ ആവശ്യമായിട്ടുള്ള നമ്മുടെ തുണി. ഈ പറഞ്ഞ പോലെ നമുക്ക് വേണമെങ്കിൽ നേരത്തെ കാട്ടിയില്ല, അതിന് പകരം ഇങ്ങനെ മടക്കിയിട്ട് ഇങ്ങനെ എടുക്കണമെങ്കിൽ ഇങ്ങനെ എടുക്കാം. അപ്പൊ അതാവുമെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ സൈഡില് മൊത്തത്തില് നമുക്ക് മടക്കിയെടുക്കാം. നമുക്ക് കിട്ടുന്ന തുണി എങ്ങനെയാണോ എന്ന് വെച്ചിട്ട് ആ രീതിയിൽ വേണം നമ്മൾ തുണി മടക്കുക. ചില തുണിക്ക് ഒരു ഡിസൈൻ ഉണ്ടാവും. അപ്പൊ അതൊക്കെ നോക്കിയിട്ട് വേണം തുണി മടക്കാനായിട്ട്. കണ്ടോ? അപ്പൊ ഞാൻ ഇനിയിപ്പോ ഇതിനെ സെന്റർ മാത്രമേ ഇപ്പൊ മാർക്ക് ചെയ്യുന്നുള്ളൂ. ഈ സൈഡ് ഒന്നും ഇപ്പൊ ഞാൻ കട്ട് ചെയ്ത് കളയണില്ല. മറിച്ചടിച്ചതിന് ശേഷം മാത്രമേ ഞാൻ കട്ട് ചെയ്യണുള്ളൂ. മോൾവശവും ഞാൻ ജസ്റ്റ് മോൾവശവും മാത്രമേ കട്ട് ചെയ്യുന്നുള്ളൂ. ഞാൻ എന്ത് ചെയ്തു? ഇവിടെ കട്ട് ചെയ്തു. ഞാനിപ്പോ 2 രീതിയിലാണ് തുണി മടക്കിയത്. മനസ്സിലായെന്ന് വിചാരിക്കുന്നത്.
പിന്നെ ഒരു കാര്യം പറ്റും, ഇത് സെന്റർ കട്ട് ചെയ്തിട്ട് സെന്ററിന് ഓൾറെഡി കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ തുണി വരുന്നത് ഇങ്ങനെ ഫോൾഡ് വരണം. അല്ല, നമ്മൾ കിട്ടുന്ന തുണി ഡിസൈൻ എങ്ങനെയാണോ അതനുസരിച്ച് വേണം നമുക്ക് അടയാളപ്പെടുത്താനായിട്ട്, മടക്കാനായിട്ട്. ഇതാണ് തുണി, ഇത് ഫ്രണ്ട് പോർഷൻ ആണ്. ഇങ്ങനെ ഒപ്പത്തിനൊപ്പം ഇങ്ങനെ വെക്കുക, എന്നിട്ട് ഇതിന്റെ മേലെ കൂടെ സ്റ്റിച്ച് ചെയ്യാം. ഞാൻ പറഞ്ഞത് മനസ്സിലായെന്ന് വിചാരിക്കണം. നമുക്ക് ഇനി സ്കേർട്ട് കട്ട് ചെയ്യാം. നമുക്ക് ഇനി സ്കേർട്ടാണ് ചെയ്യുന്നത്. സ്കേർട്ടിൽ നിന്നില് 0 to 1 സ്കേർട്ടിന്റെ ലെങ്ത് എന്ന് പറയുന്നത് നമുക്ക് 16 ഇഞ്ചാണ് നമുക്ക് ആവശ്യം. ഞാൻ എടുത്തേക്കുന്നത് ഏകദേശം ഒരു 17-17.4 ഇഞ്ചോളം ലെങ്ത് വന്നിട്ടുണ്ട്. 0 to 3 എന്ന് പറയുന്നത് 13.5 13.27 ഇഞ്ച് ഒരു സൈഡിലേക്ക് മാത്രമായിട്ട് വേണം. ഇതിപ്പോ ഏകദേശം 32 ഇഞ്ചോളം ഉണ്ട്. അപ്പൊ ഞാനിപ്പോ അത് മൊത്തത്തിൽ എടുക്കാണ്. നമുക്ക് ഈ കറക്റ്റ് അളവ് തന്നെ എടുക്കണം എന്നില്ല കേട്ടോ. സ്കേർട്ടിന് വിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ ബോഡി പാർട്ടില് 0 to 1 2 ഇരട്ടിയാണല്ലോ ഞാൻ ഇവിടെ എടുത്തേക്കുന്നത്. അതിന് വരെ 3 ഇരട്ടിയോ 4 ഇരട്ടി എത്രയെന്ന് വെച്ച് എടുക്കാം. അതനുസരിച്ച് പ്ലീറ്റ് ഇടാം. അപ്പൊ കുറച്ചുകൂടി നല്ല ഭംഗിയിൽ കിട്ടും. ഞാനിപ്പോ സാരിയിൽ നിന്ന് എടുത്തുകൊണ്ട് സാരി മുന്താണിയുടെ ഇതിന്ന് 2 മുറിക്കുകയാണ് ചെയ്തത്. അപ്പൊ അതുകൊണ്ട് എനിക്കൊരു സൈഡിലേക്ക് 32.5 ഇഞ്ച് എനിക്കൊരു സൈഡിലേക്ക്, അത് ഫ്രണ്ടിലേക്ക് മാത്രമായിട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഞാനത് മൊത്തത്തിൽ എടുക്കാണ്. അതുപോലെ ലൈനിങ് തുണി ഏകദേശം ഈ ഒരു രീതി തന്നെയാണ് ഞാൻ ലൈനിങ് തുണി എടുത്തേക്കുന്നത്. കാരണം ബാക്കി കുറച്ച് വന്നുള്ളൂ, അത് വെറുതെ കട്ട് ചെയ്ത് കളയണ്ടല്ലോ എന്ന് വിചാരിച്ച് ലൈനിങ് തുണി ആ ഒരു രീതി തന്നെ എടുത്തു. അപ്പൊ നമുക്ക് ഇനി അടുത്ത് നമുക്ക് ആവശ്യമുള്ള വെച്ചാല് ഇവിടെ ഈ പോയിന്റ് കണ്ടില്ലേ, ഈ പോയിന്റിന്റെ അവിടെ നിന്ന് നമുക്ക് 2 വള്ളിയാണ് ആവശ്യമുള്ളത്. അത് ഇതിലെ അടയാളപ്പെടുത്തിയിട്ടില്ല, അത് അടയാളപ്പെടുത്താം. അപ്പൊ ഇനി വേണ്ട വെച്ചാല് ഇവിടെ നിങ്ങളുടെ വള്ളി വേണം. വള്ളിക്ക് ഞാൻ എടുത്തേക്കണ നീളം ഞാൻ 9 ഇഞ്ചും വീതി ഞാൻ 1.5 ഇഞ്ചുമാണ് എടുത്തേക്കുന്നത്. അപ്പൊ അത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് ഈ വള്ളി 4 സൈഡിൽ നമുക്ക് 4 വള്ളി വരും. എന്നിട്ട് നമ്മൾ ഷോൾഡറിന്റെ അവിടെ വെച്ചിട്ടാണ് ചെയ്യുന്നത്. പറഞ്ഞ പോലെ 9 ഇഞ്ച് നീളം എടുത്തു, 1.5 ഇഞ്ച് വീതി എടുത്തു. അപ്പൊ നിങ്ങൾ തയ്ക്കുമ്പോൾ എങ്ങനെയാന്ന് വെച്ചാൽ ഷോൾഡറിന്റെ ബോഡി എന്നുള്ള ഷോൾഡറിന്റെ ഇവിടെ എന്തോരം ഇറക്കുന്നുണ്ടെന്ന് നോക്കാം. അതിൻ്റെ 5 ഇഞ്ച് കൂട്ടുന്നു. വലിയ വള്ളി വേണം, കുറച്ചുകൂടി ഭംഗിയിൽ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് വള്ളിയുടെ നീളം കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യും. അപ്പോൾ വള്ളിയുടെ തുമ്പത്ത് വെക്കാനായിട്ട് ഇതുപോലെ ഇങ്ങനെ കെട്ടിയിട്ടുണ്ട്, വെട്ടി എടുത്തിട്ടുണ്ട്. ഇതിന്റെ തുമ്പ് നമ്മൾ ജസ്റ്റ് ഒന്ന് തീരുന്ന് കാണിക്കും, അത്ര മാത്രമേ ഉള്ളൂ. പിന്നെ ചെയ്യാന്ന് വെച്ചാൽ ഇതിന്റെ പോയിന്റ് കണ്ടുപിടിക്കണം. അത് അടയാളപ്പെടുത്താൻ കിട്ടും. എന്താ ചെയ്യേണ്ടതെന്ന് ചെയ്യുന്നത്, എല്ലാ തുണിനെയും ഒപ്പത്തിലൊക്കെ ഇങ്ങനെ വെച്ചിട്ട് സൂചി കൊണ്ട് ഒരു കുത്തി കുത്താം. നമുക്ക് കറക്റ്റ് പോയിന്റ് ഇങ്ങനെ സൂചി കൊണ്ട് കുത്താം. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മളുടെ നേരത്തെ ചെയ്ത പോലെ തന്നെ ഇതിങ്ങനെ വെക്കുക. ഒപ്പത്തിനൊപ്പം ഇതേപോലെ ഇങ്ങനെ ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം. ഇതാവുമെന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടെയാണ് നമ്മൾ വള്ളി വെക്കേണ്ടതെന്നുള്ളത് കറക്റ്റായിട്ട് ഇതിൽ വരും. അല്ലെങ്കിൽ അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ സൂചി എടുത്ത് ഈ പോയിന്റിൽ ജസ്റ്റ് ഒന്ന് കുത്തിയെടുക്കാം. ഇവിടെയാണ് നമുക്ക് വള്ളി വെക്കേണ്ടത്. നമുക്ക് സ്റ്റിച്ചിങ്ങിലേക്ക് കടക്കാം.